ഈ ഒരു രീതിക്കുള്ള പലഹാരങ്ങളാണ് കേട്ടോ എപ്പോഴും എല്ലാവർക്കും നല്ലത്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതേ നെയ്യിലേക്ക് തന്നെ ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. നേന്ത്രപ്പഴം ഉടഞ്ഞു പോകരുത് കേട്ടോ, ഈ ഒരു രീതിക്ക് തന്നെ കിട്ടണം. എന്നിട്ട് ഇത് കോരി മാറ്റി വെച്ചിട്ട് ഇതിലേക്കൊരു 1/4 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ട് മാറ്റി വെക്കാം. പിന്നെ ഇതാ ഇതിലേക്കൊരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് 1/2 കപ്പ് സേമിയ ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് ചൂടാക്കി എടുക്കാം. ഒരുപാടങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കണ്ട. ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു പാലൊന്ന് വറ്റുന്നത് വരെ ഒന്നങ്ങ് വേവിച്ചെടുത്താൽ മതി. ഈ ഒരു രീതിക്കായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഒരു ബൗളിലേക്ക് വലിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ 2 മതി. ചെറിയ മുട്ട ആയതുകൊണ്ട് ഞാനൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയും പഴവും ഒക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ സേമിയയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് മാറ്റി വെച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇഡ്ഡലി തട്ടിൽ നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇത് കുറേശ്ശെ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് മുകളിൽ കിസ്മിസോ അണ്ടിപ്പരിപ്പോ എന്തെങ്കിലും തേങ്ങയോ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ആവിയിൽ ഒരു 5-6 മിനിറ്റ് അന്നങ്ങ് വേവിച്ചെടുത്താൽ ഇതാ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പലഹാരം റെഡിയായി. അടിപൊളിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസ് പേജ് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ.